Everyone, it's me Rahul. Welcome to Rich Chart Talks. ഹായ് എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ട്രേഡിങ്ങിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ലാസ്റ്റ് ഡേ അനാലിസിസ് ആണ്. ലാസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഒരു നോ ട്രേഡിങ് സോണിലായിരിക്കും. മീൻസ് അതിൻ്റെ ഡേ ഹൈയോ ഡേ ലോയോ ബ്രേക്ക് ചെയ്യാതെ ട്രേഡ് ചെയ്യരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ താഴോട്ടോ അല്ലെങ്കിൽ ഈ ഏരിയ മുകളോട്ടോ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇതിലും ഒരു ബ്രേക്ക് ഔട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഒരു ഇവിടെ ഒരു എന്താ പറയാ, ഇപ്പൊ ഇവിടുന്ന് താഴോട്ട് നിഫ്റ്റി താഴോട്ടാ വരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് തരികയാണെങ്കിലുണ്ട് ഇവിടെ ഒരു ചെറിയൊരു നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതെടുത്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ട്രേഡ് നമുക്ക് താഴോട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ താഴോട്ട് ചെയ്യണമെങ്കിലും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പം ഇനി ഇതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഓൾവേസ് നമ്മൾ ചാർട്ട് ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും. ചാർട്ട് നമ്മളെപ്പോഴും ഒരു ഫുള്ളി നെഗഡ് ചാർട്ടായിട്ട് വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഡേ ലോ ഡേ ഹൈ വരയ്ക്കാം, പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ മുന്നേ ചാർട്ടിനെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു വീക്കിലി ട്രെൻഡ് ലൈൻ ആണ്. വീക്കിലി വെച്ച് നോക്കുമ്പോൾ വീക്കിലി അല്ല, ഡെയിലി ട്രെൻഡ് ലൈൻ ആണ്. അത് കാണിച്ചു തരാം. വീക്കിലിയിലും ആ ട്രെൻഡ് ലൈൻ നമുക്ക് കാണാം. കണ്ടോ, ട്രെൻഡ് ലൈൻ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ലാസ്റ്റ് നിഫ്റ്റി 17 മാർച്ചിൽ ആ ഒരു മുകളോട്ട് കയറി പോയപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് സ്ട്രോങ് ആയിട്ട് നിഫ്റ്റി കയറി പോയത്. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി തിരിച്ച് താഴോട്ട് വന്നു. ഇപ്പം അറൗണ്ട് ആ ട്രെൻഡ് ലൈൻ അടുത്ത് തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പം ഈ ട്രെൻഡ് ലൈൻ നമുക്ക് ഒന്നും കൂടെ കുറച്ച് നല്ല വൃത്തിക്ക് വരയ്ക്കാം. ഡേ ചാർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഡേ ചാർട്ടിൽ ആ ട്രെൻഡ് ലൈൻ നല്ല നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ജസ്റ്റ് നമുക്ക് ആ ട്രെൻഡ് ലൈൻ ഒന്ന് വരയ്ക്കാം. ജസ്റ്റ് സി, ആ ട്രെൻഡ് ലൈനിന്റെ ഏകദേശം അടുത്താണ് നിഫ്റ്റി ഉള്ളത്. അപ്പൊ ആ ട്രെൻഡ് ലൈൻ കഴിഞ്ഞ തൊട്ട് ആ ട്രെൻഡ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിൽ, ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി മുകളിലോട്ട് കയറിപ്പോയത്. അപ്പം ആ കയറിപ്പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിൽ വന്ന ആ ഒരു മൂവ്മെന്റ് എന്താ പറയാ, നമ്മുടെ ഇവിടെ മാർച്ചിൽ വന്ന മൂവ്മെന്റ് ആണ് ഇത്. മൂവ്മെന്റ് വന്നു. പിന്നെ നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് എല്ലാ വീഡിയോ എടുത്തെടുത്ത് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ആ മേജർ റെസിസ്റ്റൻസ് ആയ നല്ല നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ പറ്റും. മേജർ റെസിസ്റ്റൻസ് ആയ 23,800 പിന്നെ നിഫ്റ്റി താഴോട്ട് വന്നു. അതിന് താഴെയാണ് നിൽക്കുന്നത്. തിരിച്ച് ഒന്ന് കയറാൻ നോക്കി, ഇവിടെ വന്ന് തട്ടി നിഫ്റ്റി താഴെ പോയി. പിന്നെ താഴോട്ട് തന്നെ വീണു. ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ, ഇപ്പം വന്ന ഗ്യാപ് ഡൗൺ അത് ഫണ്ടമെന്റലി വന്നതായിരിക്കാം ആണ്. മീൻസ് നമുക്കിപ്പോ താരിഫിന്റെ ഇഷ്യൂല് വന്നതാണ്. അപ്പൊ ഇന്നലെ നിഫ്റ്റി ഉണ്ടാവും. ഡേ ചാർട്ട് എടുത്ത് നോക്കി അറിയാം, ഇന്നലെ വലിയ മൂവ്മെന്റ് നടന്നിട്ടില്ല. നിഫ്റ്റി പോകട്ടും താഴോട്ടായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഇന്നലെ എക്സ്പയറി ഡേയും കൂടെ ആയിരുന്നു, ലാസ്റ്റ് ഡേ ആയിരുന്നു. നിഫ്റ്റിയുടെ നാളെ അവധിയാണ്. അപ്പം ആ ഒരു സെന്റിമെന്റ്സും കൂടെ നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഇന്നലെ വലിയ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഡേ ഹൈയും ഡേ ലോയും ഒന്ന് മാർക്ക് ചെയ്തു. നമുക്ക് 50 മിനിറ്റ്സിലോട്ട് വരാം. നമ്മുടെ എൻട്രി ചാർട്ടായ 50 മിനിറ്റ്സിൽ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റാണ്, പ്യുവർ സൈഡ് വേസ് മാർക്കറ്റ് അല്ലേ. നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്യുവർ ആയിട്ട് സൈഡ് വേസ് മാർക്കറ്റ് ആണ്. അപ്പം സിമ്പിൾ പ്രൈസ് ആക്ഷൻ, ഇതിനകത്ത് കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. നിഫ്റ്റി പ്യുവർ സൈഡ് വേസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഡേ ഹൈ ആയ ഈ ഒരു ഏരിയയും 22,470 അല്ലെങ്കിൽ ഡേ ലോ അറൗണ്ട് 22,350 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടും മുകളിലോട്ടും ഒരു ട്രേഡ് ഉള്ളൂ. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇന്നലെ മെൻഷൻ ചെയ്ത സെയിം ടാർഗറ്റ് തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 22,525 മുകളിലോട്ടും 22 ഈ ഒരു ഗ്യാപ് ഫില്ലിംഗ് എടുക്കാം. 22,238 താഴോട്ടും. ഈ രണ്ട് ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റിയിൽ. ഇനി വെള്ളിയാഴ്ച ഈ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നിഫ്റ്റിയുടെ മുകളോട്ട് പോകാനാണ് നിഫ്റ്റി ചാൻസ് കൂടുതൽ. കാരണം ഇന്നിപ്പോൾ കുറച്ച് ന്യൂസ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓൾറെഡി മറ്റേ വേൾഡ് മാർക്കറ്റൊക്കെ നിഫ്റ്റിയും US മാർക്കറ്റൊക്കെ കുറച്ച് അപ്പായിട്ടുണ്ട്. അപ്പം നമ്മുടെ റിഫ്ലക്ഷൻ ചിലപ്പോൾ ഒരു ഗ്യാപ്പിലൊക്കെ ചിലപ്പം നിഫ്റ്റി ഓപ്പൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ്പിൽ ഓപ്പൺ ആയാൽ പോലും ഈ ഡേ ഹൈയുടെ മുകളിൽ മേ ബി ഇവിടെ ഓപ്പൺ ജസ്റ്റ് ഇപ്പൊ ഇവിടെ ഓപ്പൺ ആകുമെന്ന് വെച്ചോ. ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ തന്നെ
നമ്മൾ ഫസ്റ്റ് ട്രേഡ് ചെയ്യരുത്. തിരിച്ചു വന്നിട്ട് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഡേ ലോയിൽ ടാപ്പ് ചെയ്യാനോ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നിഫ്റ്റി തിരിച്ച് ഇങ്ങനെ ഒരു മൂവ്മെന്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സെയിം ആസ് താവോട്ട് അങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഇങ്ങനെ ഒരു എൻട്രിയെ താവോട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ടാർഗറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് 22,525 ആൻഡ് പുട്ട് സൈഡിലാണെങ്കിൽ 22,238. ഇതാണ് നിഫ്റ്റിയുടെ ഫ്രൈഡേ നമ്മുടെ ടാർഗറ്റും നമ്മുടെ ട്രെയിനിങ് പ്ലാനും ഇതാണ്. ഇപ്പം ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം നോ ട്രേഡിംഗ് സോൺ ആയിട്ട് നമുക്ക് നിഫ്റ്റിനെ ഇവിടെ എഴുതി വെക്കാം. നോ ട്രേഡിംഗ് സോൺ. ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്ത് വെക്കണം ഓൾവേസ്. കാരണം എന്താ പറയുക, നമ്മുടെ നോ ട്രേഡിംഗ് സോൺ നമ്മൾ ഇപ്പം മാർക്കറ്റിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു നമ്മുടെ മുന്നിൽ നമ്മൾ കാണുകയാണ് നോ ട്രേഡിംഗ് സോൺ നമ്മൾ തന്നെ എഴുതി വെച്ചിരിക്കുന്ന പാസ്റ്റിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സൈക്കോളജി അവിടെ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. നേരെ മറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ഒരു ക്യാൻഡിൽ ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യും, ഒരു ക്യാൻഡിൽ താഴോട്ട് പോകുമ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യും. ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവും എല്ലാവർക്കും. ഇതുണ്ടാവും. നിഫ്റ്റി പ്രോപ്പറായിട്ട് റേഞ്ച് ട്രേഡിംഗ് നടത്തിയിട്ടുള്ള ഫസ്റ്റ് ക്യാൻഡിന്റെ ഉള്ളിലാണ് നിഫ്റ്റി നിന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്യാൻഡിന്റെ ഹൈ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല, ലോയും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ നിഫ്റ്റി നിന്ന് നിൽക്കുകയായിരുന്നു. പ്യുവർ സൈഡ് വേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡെക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1-2 സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ട്രേഡിംഗ് സ്റ്റോക്കിൽ ഇൻഡെക്സ് എനിക്ക് ഒരു വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫ്രൈഡേ അതായത് 11th ഏപ്രിലിലെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഇതാണ് ടാർഗറ്റ്സ്. T1 ഫോർ ഡൗൺ സൈഡ് ആൻഡ് T1 ഫോർ അപ് സൈഡ്. ഓക്കെ, T1 മൂവ്മെന്റും ഇങ്ങനെ തന്നെ ഇതേ ഒരു മൂവ്മെന്റ് തന്നെ നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ട്രേഡിംഗ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടും. ജസ്റ്റ് നിഫ്റ്റി ബാങ്ക് കൂടി ജസ്റ്റ് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും സെയിം തന്നെയാണ്. ഇന്നത്തെ മൂവ്മെന്റും വലിയ ഇതുണ്ടോ. ഈ ഒരു ഞാൻ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്തപ്പം നിഫ്റ്റി ബാങ്ക് താഴോട്ട് വന്നു, ഡേ ലോയിൽ തട്ടി, പിന്നെ സൈഡ് വേസിൽ പോയി. വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നിഫ്റ്റി ബാങ്കും വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്ക് ഡേ ഹൈ ഡേ ലോ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഉണ്ട് നോ ട്രേഡിംഗ് സോൺ. ഇതൊരു നോ ട്രേഡിംഗ് സോൺ ആണ് ഉള്ളത്. ഇത് നോ ട്രേഡിംഗ് സോൺ ആണ് ഉള്ളത്. പക്ഷെ മൺഡേയിലെ മൂവ്മെന്റ് എങ്ങനെയാന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആസ് പെർ ദിസ് മൂവ് നിഫ്റ്റി ബാങ്ക് ഇനിയും ഒന്ന് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പാറ്റേൺ അനുസരിച്ച്. ബട്ട് ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് അറിയില്ല. ജസ്റ്റ് അപ്പം ഈ ഒരു ഏരിയ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് തന്നെ എടുക്കുക. നോ ട്രേഡിംഗ് സോൺ, ഈ ഏരിയ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കുക. ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് മോളോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 5749ഉം താഴോട്ടൊരു ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം മാർക്കറ്റ് ഇത് ബ്രേക്ക് താഴോട്ട് വരികയാണെങ്കിൽ കൺഫേം ഇത് ബ്രേക്ക് താഴോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഏരിയയിൽ എത്തിയിട്ട് തിരിച്ച് മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടുന്ന് ഈ ഒരു ഇത് സ്കാപ്പിൽ ചെയ്ത് ക്യാച്ച് ചെയ്യുന്നതിനേക്കായിട്ട് നല്ലത് ഇവിടെ എത്തിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ ഇവിടുന്ന് ഒരു പോസിറ്റീവ് സൈൻ കഴിഞ്ഞ് മുകളിലോട്ട് തരികയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പം അത് നോക്കുക. അതല്ല ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീണു, ഇവിടുന്ന് മാർക്കറ്റ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് വീണ് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഇങ്ങനെ കൺഫർമേഷൻ തന്നിട്ട് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് താഴെ ഈ ഒരു സപ്പോർട്ട് വരെ ട്രേഡ് ചെയ്യാം. ഈ ഒരു ഏരിയ വരെ ട്രേഡ് ചെയ്യാം. ആ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ഇതാണ് 49,517. ഓക്കെ, 49,517 ആണ് താഴോട്ടുള്ള മൂവ്മെന്റ്. അപ്പം പക്ഷെ താഴോട്ടുള്ള മൂവ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മീൻസ് മാർക്കറ്റ് ഇപ്പം
വോൾട്ടൈൽ ആണ്. ഞാൻ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് മാത്രമാണ് ഇപ്പൊ ജസ്റ്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പം ആ ഒരു കൺഫർമേഷൻ ആയിരിക്കും ഒന്നും കൂടെ പ്രോബിലിറ്റി കൂടുതലായിട്ടുള്ളത്. മാർക്കറ്റ് താഴ്ത്തു വീഴാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും 2 വ്യൂ വേണം. അതുകൊണ്ടാണ് ഇത് 2 മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിഫ്റ്റി ബാങ്കിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഫോർ അപ്സൈഡ് 50749 ആൻഡ് ഡൗൺ സൈഡ് 49517. താങ്ക് യു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.